നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ഗ്രൂപ്പ് ബിയിൽ ഒറ്റ കളി പോലും ജയിക്കാതെ അവസാന സ്ഥാനത്ത് നിന്ന സ്വീഡൻ ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. അതെങ്ങനെ? അതായത് ഗ്രൂപ്പിൽ ഒരു കളി പോലും അവർ ജയിച്ചിട്ടില്ല. ഗ്രൂപ്പ് ബിയിലാണ് അവരുണ്ടായിരുന്നത്. സ്വിറ്റ്സർലൻഡും കൊസോവോയും സ്ലൊവേനിയയും സ്വീഡനുമുള്ള ഗ്രൂപ്പ്. 6 കളി കളിച്ച് ഒറ്റ കളി ജയിച്ചില്ല, 2 സമനില, 4 തോൽവികൾ. ഗ്രൂപ്പിൽ നിന്ന് 14 പോയിന്റ് നേടിയ സ്വിറ്റ്സർലൻഡ് വേൾഡ് കപ്പിന് യോഗ്യത നേടുകയും ചെയ്തു. പിന്നെ എങ്ങനെയാ, എന്തപ്പം ഉണ്ടായേ? പിന്നെ എങ്ങനെയാ ഇത് സംഭവിച്ചത്? നോക്കുക, ഗ്രൂപ്പിലെ കളികൾ 0 വിൻസ് 2 ഡ്രോസ്, 6 തോൽവികൾ, പിന്നെ 4 ഗോളുകളാണ് അവർ സ്കോർ ചെയ്തത്. 12 ഗോളുകൾ തിരികെ വാങ്ങി ഗ്രൂപ്പിൽ അവസാനം. എന്നിട്ടും അവർക്ക് പ്ലേ ഓഫിന് യോഗ്യത കിട്ടി. അതെങ്ങനെ? അത് യുവേഫ നേഷൻസ് ലീഗിലെ സ്ഥാനം വെച്ചിട്ട് കിട്ടിയതാണ്. എന്നിട്ട് പിന്നെ അവർ നടത്തിയൊരു മുന്നേറ്റമുണ്ട്. പ്ലേ ഓഫിൽ കളി മാറി യുക്രൈനെ തോൽപ്പിച്ചുകൊണ്ട് പ്ലേ ഓഫ് പാത്തിന്റെ ഫൈനലിലേക്ക് അവർ കടന്നു. ഫൈനലിൽ അവരുടെ എതിരാളികളായിട്ട് വന്നത് പോളണ്ടാണ്. ലെവൻഡോസ്കിയുടെ പോളണ്ട് തൻ്റെ അവസാന വേൾഡ് കപ്പിന് പൂട്ടുകെട്ടാമെന്ന് കരുതിയ ലെവൻഡോസ്കിയെ നിരാശപ്പെടുത്തിക്കൊണ്ട് സ്വീഡൻ ഗ്യോക്കഡസിന്റെ 88ാമത്തെ മിനിറ്റിലെ ഗോളിൽ വിജയിച്ചു കയറി. ഇതാണ് വിധിയുടെ വിളയാട്ടം. വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും ഒടുവിൽ ഫിനിഷ് ചെയ്ത ടീം വേൾഡ് കപ്പിന് യോഗ്യത. 3-2 പോളണ്ടിനെ തോൽപ്പിച്ചത്. എലാങ്ക ഗോൾ അടിക്കുന്നു, അതുപോലെ ലാഗ വിലേക്കയുടെ ഗോൾ പിറക്കുന്നു. വിക്ടർ ഗ്യോക്കഡസ് അവസാന നിമിഷം ഗോൾ അടിക്കുന്നു. സെലോസ്കിയും സിഡേഴ്സ്കിയും പോളണ്ടിനായിട്ട് ഗോൾ അടിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പോളണ്ട് ഈസ് ഔട്ട് ആൻഡ് സ്വീഡൻ ഗോയിങ് ഫോർ വേൾഡ് കപ്പ്. ഇതിൽ നിരാശ എന്താണെന്ന് വെച്ചാൽ ലെവൻഡോസ്കി ഇനി വേൾഡ് കപ്പ് കളിക്കില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.